ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ റിയാദിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള ഹരീഖ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് അവിടെയുള്ളൊരു ഓറഞ്ചിൻ്റെ തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥരാണ് ഇവർ. അപ്പോൾ ഇവരോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അവരവിടെ കുറച്ച് ഗസ്റ്റിനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അവിടെയുള്ള ആൾ ഓറഞ്ച് ഒക്കെ കഴുകിയിട്ട് അവർ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് തോട്ടത്തിലോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഉറുമാമ്പഴത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ. 1-2 മരങ്ങളാണ് അവിടെ കണ്ടത്. നല്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ ഉറുമാമ്പഴമാണ്. പിന്നെ അവിടെ ഉള്ളത് ഫുള്ള് ഓറഞ്ചുകളാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചുകൾ. ഒരു ടൈപ്പ് മാത്രമല്ല, ഒരുപാട് ടൈപ്പുകൾ. ആ ഒരു തോട്ടത്തിൽ തന്നെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈത്തപ്പനത്തോട്ടത്തിലാണ് അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഈ ഓറഞ്ചും കൂടി വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിലെത്തിയ പോലെയുള്ള ഫീലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് ഒരു തോട്ടത്തിലൊക്കെ ചെന്ന ഒരു ഫീലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഓറഞ്ച് തോട്ടത്തേക്ക് എത്തിക്കാണ്. നല്ല ഭംഗിയുണ്ട്, കുറേ ഓറഞ്ചുകൾ കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടതാട്ടോ ഒരു മുയലിനെ. അത് ആണെങ്കിൽ നമ്മളെ കാണുമ്പോഴത്തേന് ചാടി ചാടി പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് ആൾ കുറച്ച് നേരം പുല്ലൊക്കെ തിന്ന്, പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നിട്ടാണ് പോയത്. ഒരുപാട് ഹോളുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ നമ്മൾ കണ്ടുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ടാവാനാണ് സാധ്യത. കുറേ ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയുള്ള ഫാമുകൾ, ഒരുപാട് ഫാമുകൾ കാണുന്നുണ്ട്, ഒരുപാട് മസറകൾ കാണുന്നുണ്ട്. പക്ഷേ ഏത് മസറയിൽ കയറണം എന്നറിയാതെ നമ്മുടെ അടുത്ത് 1-2 ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോണിൽ GPS കിട്ടാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. നമുക്ക് എവിടെ കയറണം എന്നറിയാതെ കുറേ ചുറ്റി പറഞ്ഞാൽ അതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. കുറേ മസറകൾ ഇതുപോലെ കാണാൻ പറ്റി. അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഈ മസറയിൽ കയറിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ടെൻഷനും, നമ്മൾ ഈ ലൊക്കേഷൻ കിട്ടാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ എല്ലാം മറന്ന് നമ്മുടെ തോട്ടത്തിലെത്തിയ പോലെയായി. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന പോലെ ഒരു ഫീൽ. ഭയങ്കര സന്തോഷമായി. എല്ലാവരും എല്ലാ ടെൻഷൻസും മറന്ന് അവിടെ തന്നെ ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണുക. അത്രയ്ക്ക് നമുക്ക് മനസ്സിന് അത്രയും സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്.
പോയപ്പോഴാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ ആടുകളും കോഴികളും ഒക്കെ ആയിട്ട് നല്ലൊരു ബഹളമായിരുന്നു അവിടെ. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മളവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊക്കെ കാണാൻ പറ്റും എന്നുള്ളത്. ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ്. അതുമൂലം നിറയെ കായുണ്ട്, പക്ഷെ അത് പഴുത്തിട്ടില്ല, പച്ചയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഓറഞ്ചൊക്കെ പറിച്ചിട്ടുണ്ട്. അത് അവരോട് ചോദിച്ചിട്ടാണ് പറിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളും അവരോട് ചോദിച്ചിട്ട് തന്നെ പറിക്കുക, അനുവാദത്തോടു കൂടി പറിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഒട്ടകത്തിനൊക്കെ കൊടുക്കുന്ന പുല്ലാണ്. ഇതവർ വളർത്തുന്നതാണ്. അതിനുള്ള വെള്ളം നനയ്ക്കാനുള്ള പമ്പും സെറ്റൊക്കെ അവിടെ തന്നെ ഉണ്ട്. കുറേ സ്ഥലത്ത് ഇതുപോലെ പച്ചപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു.